ഷാമേ, PV അൻവർ MLA ആണ് ഇപ്പോൾ താരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു, ചർച്ച ചെയ്യുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ മുകളിലേക്ക് PV അൻവർ MLA രംഗത്ത് അദ്ദേഹം കളം പിടിച്ചിരിക്കുന്നു വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ഒരു തോക്ക് വേണം, അദ്ദേഹത്തിന് വധഭീഷണിയുണ്ട്. MR അജിത് കുമാറിന്റെ പണി ഏകദേശം പുള്ളി കളയിപ്പിച്ചിട്ടിരിക്കുകയാണ്, അപ്പോൾ പണി കൊടുത്തിട്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് തോക്ക് വേണം എന്നാണ് പറയുന്നത്, വധഭീഷണി ഉണ്ട് എന്നാണ് പറയുന്നത്. തോക്ക് മേടിച്ച് തോക്കിന് അപേക്ഷ കൊടുത്തിട്ട് ഇപ്പൊ നാളെ മുഖ്യമന്ത്രിയെ കാണാൻ പോകാന്ന് പറയുന്നത്. തോക്കിന് അപേക്ഷ കൊടുത്തിട്ട് മുഖ്യമന്ത്രി കാണാൻ പോകുന്നു. ഈ തോക്കുമായി മുഖ്യമന്ത്രിയെ തോൽപ്പിക്കാൻ പോകുന്നുള്ളതാണ് അടുത്ത പരിപാടി. മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിശ്വാസത്തിലെടുത്തു എന്നുള്ളതാണ്. ഈ സമ്മേളന വേദി പറയാനൊന്നും പറ്റില്ല. അങ്ങനെ വല്ലതും പറഞ്ഞ ഇനി മുഖ്യമന്ത്രിയെ കുറിച്ച് പറയും എന്ന് പറഞ്ഞു. വാവോയ കോടാലി അല്ല അൻവർ. അൻവർ എത്രത്തോളം അപകടകാരിയാണ് എന്നുള്ളത് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും DGPക്കും ഒക്കെ അറിയാം, ചീഫ് സെക്രട്ടറിക്കും അറിയാം അൻവർ ആരാണ്, എന്താണ്, ഏത് ലെവലിലാണ് അൻവർ എന്നുള്ള കാര്യം ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന. അൻവറിനെ അങ്ങനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അപകടം നടക്കും. ഇവിടുത്തെ ഏതെങ്കിലും ഒരു നേതാവ് മീഡിയയെ വെല്ലുവിളിക്കുന്ന കണ്ടിട്ടുണ്ടോ? അൻവർ അല്ലാതെ ഇമാതിരിയൊക്കെ ഇറങ്ങിയെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളെ മൊത്തവും വെല്ലുവിളിച്ചു. ഉള്ള മാധ്യമങ്ങളെ മൊത്തവും വെല്ലുവിളിച്ചു. ഒരു ഓൺലൈൻ മാധ്യമത്തിനടുത്ത് പറഞ്ഞ് നിന്നെ ഞാൻ പൂട്ടുമെന്ന് പറഞ്ഞു, പൂട്ടി കെട്ടിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ആ തിരയടി ഇതുവരെ അവസാനിച്ചില്ല എന്നുള്ളതിന്റെ തെളിവാണ് വീണ്ടും വന്നിരിക്കുന്നത്. ആ മാധ്യമ പ്രവർത്തകരെ സഹായിച്ചു എന്നതിന്റെ പേരിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ചോദിച്ചിരിക്കുന്നത്. പിന്നെ തോക്ക്, ഒരു തോക്ക് കിട്ടാൻ, തോക്കിന്റെ ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഫോം A പ്രകാരം പിന്നെ കോർട്ട് ഫീ സ്റ്റാമ്പ് 5 രൂപയുടെ ഒട്ടിച്ച് അപേക്ഷ നമ്മൾ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം. ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമ്പോൾ ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കും. ആ അന്വേഷണം നടക്കുക എന്ന് പറയുന്നത് ഒന്ന് വനം വകുപ്പ് അന്വേഷണം നടത്തും, പിന്നെ ADM റവന്യൂ വിഭാഗം പിന്നെ അന്വേഷണം നടത്തും, പിന്നെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തും. ഈ 3 വിഭാഗത്തിൻ്റെയും സമ്മതത്തോടു കൂടി മാത്രമേ ഒരാൾക്ക് തോക്ക് ലഭിക്കുകയുള്ളൂ, തോക്കിന്റെ ലൈസൻസ് ലഭിക്കുകയുള്ളൂ. നമ്മൾക്ക് പിന്നെ തോക്ക് ഉപയോഗിക്കാൻ അറിയാം എന്ന് തെളിയിക്കണം, നമ്മൾ തെളിയിക്കണം. പിന്നെ മാനസികാരോഗ്യം ഉണ്ടെന്നുള്ളത് തെളിയിക്കണം. മാനസികമായി വെല്ലുവിളി നേരിടുന്ന ഒരാൾക്ക് തോക്ക് അനുവദിച്ച് കൊടുക്കില്ല. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുള്ളവർക്ക്, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കൊന്നും കേസ് ഇത് കിട്ടില്ല. വനം വകുപ്പിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അന്വേഷണം നടത്തും. എന്തിനാണെന്നറിയാമോ? ഈ ഇദ്ദേഹം താമസിക്കുന്നിടത്ത് വനമില്ലെന്നറിയണം. ഇദ്ദേഹം താമസിക്കുന്നതിനടുത്ത് വനമില്ലെന്നും അറിയണം. വനത്തിലൊക്കെ കയറി ഇദ്ദേഹം ഇത് വെച്ച് കലാപരിപാടികൾ നടത്തില്ല എന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ റിപ്പോർട്ട് കൊടുക്കണം. നമുക്കിപ്പോൾ ഏതാണ്ട് നമ്മുടെ പിന്നെ 9549 തോക്കുകളുടെ ലൈസൻസ് കേരളത്തിലുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് നമുക്കിവിടെ 9549 തോക്കുകളുണ്ട്. പിന്നെ നമ്മുടെ നിയമസഭയിലെ രേഖപ്രകാരം നമുക്കിവിടെ ഉള്ളത് 8191 തോക്കുകളാണ്, തോക്ക് ലൈസൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ തോക്കുകളുടെ ലൈസൻസ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ 3 വിഭാഗം, ഒന്ന് പിന്നെ അതിനകത്ത് ജില്ലാ പോലീസ് മേധാവി എന്ന് പറയുന്നത്, ജില്ലാ പോലീസ് മേധാവി അതിൽ പറഞ്ഞു വരുന്നത്. അപ്പൊ ഒന്ന് ഈ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അന്വേഷിക്കുന്നു, പിന്നെ രണ്ടാമത്തെ തഹസിൽദാർ അന്വേഷിക്കുന്നു. തഹസിൽദാർ അന്വേഷിക്കുന്ന സമൂഹത്തിൽ ഇയാൾ പ്രശ്നക്കാരനെല്ലാം തെളിയിക്കണം. തഹസിൽദാർ റിപ്പോർട്ട് കൊടുക്കണം. പിന്നെ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇയാൾ കേസിൽ പ്രതിയല്ല, കേസിൽ പ്രതിയാകാൻ സാധ്യതയുള്ള ആളല്ല എന്ന് പോലീസ് റിപ്പോർട്ട് കൊടുക്കണം. ഈ 3 റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ കളക്ടർക്ക് ഇതിൽ അനുമതി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ഒരു SI ആണ് ഇതിന്, ഈ ഒരു SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിലെ കേസുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഈ കൊടുക്കുന്ന റിപ്പോർട്ട് ഇപ്പൊ SI പറയുന്നു അൻവർ ഒരു പ്രശ്നക്കാരനല്ല, അൻവറിന് തോക്ക് അനുവദിക്കാമെന്ന് പറഞ്ഞ റിപ്പോർട്ട് എഴുതി കൊടുത്താലും SP-ക്ക് വേണമെങ്കിൽ അത് വെട്ടാം. അങ്ങനൊരു ഇതുകൊണ്ടുണ്ട്. അതായത് SP-ക്ക് വിവേചനാധികാരം മതി. ഇത് കൊടുക്കേണ്ടെന്ന് SP അങ്ങ് തീരുമാനിച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് വരുന്നത് ആത്യന്തികമായി ആരുടെ കയ്യിലെത്തും? ഇത് ശശിധരന്റെ കയ്യിൽ വരും. അവിടെ ഇരിക്കുന്ന ജില്ലാ പോലീസ് മേധാവി എന്ന് പറയുന്നത് ശശിധരനാണ്. പിന്നെ എൻ്റെ പോലീസ് സംവിധാനത്തിനെയും അൻവർ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എൻ്റെ പോലീസ് സംവിധാനത്തിനെയും അൻവർ എന്ന് പറയുന്ന ആൾ ഇറങ്ങി നിന്ന് വെല്ലുവിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് അൻവറിന് തോക്ക് കൊടുക്കണോ വേണ്ടോ എന്ന് പോലീസ് ഒരു വട്ടം ആലോചിക്കും. അൻവറിന് തോക്ക് കൊടുത്താൽ അത് തോക്കാൻ വേണ്ടി ആയിരിക്കില്ല. അൻവറിന് തോക്ക് കൊടുത്താൽ പലരും തോക്കും, പലരെയും അൻവർ തോൽപ്പിക്കും. അൻവറിന്റെ ഒരു സ്വഭാവം
രീതിയും അതാണ്. ഇപ്പോൾ അൻവർ ഇത് കൊടുത്തത് ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല അൻവർ തോക്കിന് ചോദിച്ചിരിക്കുന്നത്. അൻവർ ഒരു ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇരവാദം. താൻ ഒരു ഇരയാണ്, ഒരു രക്തസാക്ഷി പരിവേഷം വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് അൻവറിന്റെ ഒരു പ്രശ്നം. അൻവറിന്റെ അതായത് ഈ ഡിഫി ഉണ്ടല്ലോ, ഡിഫിക്കാരന്മാരെല്ലാം ഈ ശശിധരൻ പിടിച്ച് അകത്തിട്ടതാണ്. ഇല്ല, രക്ഷാപ്രവർത്തനത്തിന്റെ പരിപാടി കേട്ടായിരുന്നു. എവിടാ ഈ പിന്നെ മലപ്പുറത്ത് മറ്റേ മുഖ്യമന്ത്രിയുടെ യാത്ര നടന്ന സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവന്മാരെ എല്ലാം ശശിധരൻ പിടിച്ചകത്താക്കി. ശശിധരൻ എല്ലാത്തിനെയും പിടിച്ച് തൂക്കിയിട്ട് അകത്താക്കി റിമാൻഡ് ചെയ്തോളാം. ജാമ്യമില്ലാ വകുപ്പ് ചുമത്താൻ പറഞ്ഞു എല്ലാത്തിനെതിരെ. അങ്ങനെയാണ് എല്ലാത്തിനെയും പിടിച്ചകത്തിട്ടത്. അപ്പൊ ഡിഫിക്കാർക്ക് എന്ത് ചെയ്യണം? ശശിധരനോട് കലിപ്പടി, എസ് പിയോട് കലിപ്പടി ഡിഫിക്കാർക്ക് ഉണ്ട്, CPM-ലെയും നേതാക്കന്മാർക്കുണ്ട്. അപ്പൊ ഈ അൻവറിനെ ഇവരെല്ലാവരും കൂടെ എടുത്ത് എന്താ പറയാ ഒരു ഇതാക്കിയിരിക്കുകയാണ്, മുൻനിരയിൽ നിർത്തിയിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം 2 തവണ അൻവറിനെ സീറ്റ് കൊടുത്തു. ഇനി സീറ്റ് കൊടുക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. അൻവർ ആണെങ്കിൽ ഇത്തിരി മുമ്പേ അൻവറിന്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അൻവർ ഒരു കാരണവശാലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകില്ല, ഈ പ്രസ്ഥാനത്തിനൊപ്പം തന്നെ നിൽക്കും എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. അൻവറിനാണെങ്കിൽ ലീഗുമായിട്ട് നല്ല ബന്ധവുമാണ്, കോൺഗ്രസുമായിട്ട് അൻവറിന് യാതൊരു ബന്ധവുമില്ല. ലീഗുമായിട്ട് അടുത്ത ബന്ധം അൻവറിന്. PV അൻവറിന് ലീഗ് നേതൃത്വവും അൻവർ നല്ല അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. അൻവറിന് വേണമെങ്കിൽ ലീഗിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. ഈ പ്രസ്ഥാനത്തിന് ഒപ്പം നിൽക്കുമെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പാർട്ടി സീറ്റ് കൊടുത്തില്ലെങ്കിലും അൻവർ കയറി മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അൻവർ ജയിക്കും. പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ തോറ്റു. പാർട്ടി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി ഇറക്കിയാലും അൻവർ ഇപ്പുറത്ത് വന്ന് മത്സരിക്കാൻ നിന്ന അൻവറിന് പാർട്ടിയുടെ വോട്ട് വരെ അൻവറിന് പോകും. അവിടെ ഇരിക്കുന്ന പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി വരെ അൻവറിന് പോയി വോട്ട് ചെയ്തു. ജനകീയനല്ല, അൻവർ അവിടെ മൊത്തത്തിൽ ആ ഒരു ലെവലിൽ ജീവിക്കുന്ന ഒരാളാണ്. PC ജോർജ് ജനകീയനായിട്ടാണോ ജയിച്ചത്? PC ജോർജ് ജനകീയനായതുകൊണ്ടല്ലോ. അവിടെ പിന്തുണയ്ക്കേണ്ടവർ, ആ സമയത്ത് പിന്തുണയ്ക്കേണ്ട പ്രധാനപ്പെട്ട ചില സംഘടനകൾ അവിടെ പിന്തുണച്ചു PC-യെ. അങ്ങനെയാണ് PC ഒറ്റയ്ക്ക് ഇന്ന് വിജയിച്ചത്. അല്ലാതെ PC ആ ഒരു ജനകീയനായതുകൊണ്ടല്ല. അവിടെ ഒരു ചില സംഘടനകൾ അന്നത്തെ കാലത്ത് പിന്നീട് PC തള്ളി പറഞ്ഞവർ, PC പിന്നീട് ദീർഘകാലത്തിന് ശേഷം PC വരെ തള്ളി പറഞ്ഞവർ ആ കാലഘട്ടത്തിൽ PC-യെ ജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതിന്റെ ഫലമാണ് PC അന്ന് അവിടെ ഒറ്റയ്ക്ക് ജയിച്ചു കയറി വന്നത്. അതുപോലെ തന്നെയാണ് അൻവർ അവിടെ നിന്നാലും അൻവറിനെ ജയിപ്പിക്കാൻ ഇങ്ങനെയുള്ള ആളുകൾ ഇറങ്ങിത്തിരിക്കും. പിന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ മൊത്തത്തിലുള്ള പോലീസിനെ മൊത്തത്തിൽ വെല്ലുവിളിച്ചു കഴിയും. ഇനിയിപ്പോ പിന്നെ അൻവറിന് ഒരു ഇരവാദവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് എടവണ്ണയിലെ കൊലപാതകത്തെ കുറിച്ചൊക്കെ അൻവർ പറഞ്ഞത്. എടവണ്ണയിലെ കൊലപാതകം പിന്നെ അതിന് പിന്നിൽ ഈ പറയുന്ന MR ആണെന്നാണ് അൻവറിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എടവണ്ണയിൽ എങ്ങനെ കൊലപാതകം നടക്കുന്നത്? എടവണ്ണയിൽ വെടിവെച്ചു കൊന്നു. അതിലെ പ്രതിയാണ് ഷാൻ എന്നാണ് എൻ്റെ പ്രതി എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതേസമയം ഈ മരിച്ച ആളുടെ ഭാര്യ തന്നെ പറഞ്ഞു ഈ ഷാൻ അല്ലത് ചെയ്തിരിക്കുന്നത്, പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നൊക്കെയാണ് ഈ മരിച്ച ആളുടെ ഭാര്യ അന്ന് നൽകിയ സ്റ്റേറ്റ്മെന്റ്. പോലീസ് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത് കെട്ടിച്ചമച്ച കേസാണ്, ഒരു നിരപരാധിയാണ് ഈ പ്രതി എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ആ ഭാര്യ പറഞ്ഞത്. എന്തായാലും ഈ പറയുന്ന ഇവരെ കുറിച്ച് അൻവറിനും അറിയാം, അൻവറിനെ കുറിച്ച് ഇവർക്കും അറിയാം. ചുരുക്കത്തിൽ തോക്കിനായി വന്നിരിക്കുകയാണ്. അൻവർ കൊണ്ടുപോയി തോക്കിനായി വന്നിരിക്കുകയാണ്. ഇപ്പൊ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, അൻവറിന് വേണ്ടിയിട്ട് മിക്കവാറും വനം വകുപ്പ് ഉത്തരവ് കൊടുക്കും, പിന്നെ തഹസിൽദാരും അനുമതി കൊടുക്കും. പക്ഷെ ജില്ലാ പോലീസ് മേധാവി അത് വെട്ടും. അൻവറിന് അത് കൊടുക്കണ്ടെന്ന് പറയും. കാര്യം അൻവർ ഇത് ആർക്കിട്ട് പൊട്ടിക്കുമെന്ന് പറയാൻ പറ്റൂ. അൻവറിന് ഈ സാധനം ഉപയോഗിക്കാൻ അറിയാം. അൻവറിന് നല്ല മനോഹരമായിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ അറിയാം. അൻവർ ഇതിന്റെ പണി പഠിച്ചവനാണ്. ഈ പണി വിദേശ രാജ്യത്തിരുന്ന് ഇതിന്റെ പണി പഠിച്ച ആളാണ് ഈ PV അൻവർ. അപ്പൊ PV അൻവറിന് ഈ സാധനം ഉപയോഗിക്കാൻ നല്ല രീതിയിൽ അറിയാം. അത് അപേക്ഷ കൊടുത്തത് തന്നെ ചിലരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇനി തനിക്കെതിരെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായാൽ ഇനി അൻവറിന്റെ വാഹനം എവിടെങ്കിലും റോഡിൽ വെറുതെ ഒരു അബദ്ധത്തിൽ തട്ടിയതിലാണെങ്കിൽ പോലും അൻവറിന് എന്ത് വേണം? ഇരവാദം വേണം. അൻവറിനെ ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നൊരു പൊതുസമൂഹത്തിൽ ഒരു ചിന്ത അൻവർ വളർത്തിവിടും. എന്തായാലും അൻവറിന് തോക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.